സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. അപ്പം ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ MS വേർഡിൽ ഒരു ലെറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലെറ്റർ തയ്യാറാക്കുന്നത് ചെയ്യാമോ എന്ന്. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക. സമയം കിട്ടുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പം നമുക്കപ്പോൾ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നല്ല അടിപൊളി ഒരു ലെറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഒരുപാട് പേര് കമന്റിലൊക്കെ ചോദിച്ച കാര്യമാണ്. അപ്പൊ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ലീവ് ലെറ്റർ ആയിക്കോട്ടെ, നമ്മൾ ഓഫീസിൽ ഒരു ലീവ് ലെറ്റർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ കൊടുക്കുന്നത് ഒക്കെ നമ്മളിപ്പം റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കാം കുറച്ചുകൂടെ അത് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ടുള്ളത്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു ലെറ്റർ തയ്യാറാക്കാനായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെറ്റർ തയ്യാറാക്കണമെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് MS വേർഡ് ആണ്. അപ്പൊ MS വേർഡ് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ആദ്യം പറയും. അപ്പം എല്ലാ ദിവസവും നമ്മളിങ്ങനെ കേട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങ് പതിഞ്ഞോളും. നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും കേട്ട് അതങ്ങ് പഠിച്ചോളും. അപ്പൊ എല്ലാ ദിവസവും അത് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് MS വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. ഈ കാണുന്ന സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസും ഫോൾഡറുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയ പിക്ചേഴ്സ് കാണാം, സ്മോൾ പിക്ചേഴ്സ്. അതായത് എക്സലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു എക്സൽ എന്ന പേര് കാണിക്കുന്ന ഒരു ചെറിയൊരു പിക്ചർ എക്സലിന്റെ. അതുപോലെ തന്നെ വേർഡിന്റെ ഒരു സ്മോൾ പിക്ചർ, അതുപോലെ തന്നെ പവർ പോയിന്റ് അല്ലെങ്കിൽ PDF വ്യൂവർ, റീസൈക്കിൾ ബിൻ, ദിസ് PC, അങ്ങനെ ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മോൾ പിക്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. അപ്പൊ നമ്മള് കമ്പ്യൂട്ടറിനകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഐക്കൺ എന്നൊക്കെ പറയുന്നത്. അപ്പം ഐക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണ സ്മോൾ പിക്ചർ ആണ്. അപ്പം MS വേർഡിന്റെ ഒരു സ്മോൾ പിക്ചർ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതെല്ലാം ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകളാണ്. അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏത് കാര്യം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാങ്ക് ഡോക്യുമെന്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തിട്ട് അതിലെങ്ങനെ നമുക്കൊരു ലെറ്റർ തയ്യാറാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബ്ലാങ്ക് ഡോക്യുമെന്റിലോട്ട് മൗസ് കൊണ്ടുവച്ചു. അതായത് ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് പേജിലാണ് നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുക്കുന്നതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മൊത്തം നമ്മുടെ ഈ ഒരു പേജിലാണ്. അപ്പൊ ചിന്തിക്കും ഈ ഒറ്റ പേജ് മാത്രമേ ഉള്ളൂ എന്ന്. ഒറ്റ പേജ് മാത്രമല്ല, നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യമേ ലെറ്റർ ചെയ്യാൻ വേണ്ടി എന്താണ് വേണ്ടത്? ആദ്യമേ ഒരു ഫ്രം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ ഫ്രം എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പം ചെറുതാണ്, പ്രത്യേകിച്ച് നമുക്കത് കാണുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ ആണെങ്കിൽ ഫോണ്ട് നമുക്ക് വലുതാക്കാൻ വേണ്ടി ഈ ഫോണ്ട് എന്ന് പറയുന്ന
ഈ ഒരു ഗ്രൂപ്പില് നമുക്ക് സൈസ് കൂട്ടുന്നതും അതുപോലെ തന്നെ സ്റ്റൈല് മാറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണണമെങ്കിൽ അത് ഈ ഹോം ടാബിലാണ്. അപ്പൊ ഹോം ടാബ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്കത് കാണത്തുള്ളൂ. അപ്പൊ ഹോം എന്ന് പറയുന്ന ടാബിലോട്ട് മൗസ് വെക്കുക, ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് വലുപ്പം കൂട്ടണമെങ്കിൽ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്ന കാര്യം വലുപ്പത്തിൽ കാണണമെങ്കിൽ, ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തു, പക്ഷെ നമുക്ക് ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇച്ചിരി വലുതായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് സൈസ് കൂട്ടാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യമേ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് വലിപ്പം കൂട്ടാനാണ്. അപ്പൊ വലിപ്പം, അതായത് ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടി നമ്മൾ നേരെ ഹോം ടാബ് ഓപ്പൺ ചെയ്തു. ഹോം ടാബ് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം ഈ ഹോം എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് കൊണ്ടുവെക്കുക. ഒന്നെങ്കിൽ എച്ച്, അല്ലെങ്കിൽ ഒ, അല്ലെങ്കിൽ എം, അല്ലെങ്കിൽ ഇ. അതായത് ഹോം എന്നുള്ള സ്പെല്ലിങ്ങിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹോം ടാബ് ഓപ്പൺ ആയി വരും. ഈ സെയിം പ്രൊസീജിയർ ആണ് ഏതൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും. അതായത് ഫയൽ ആണെങ്കിലും ഹോം ആണെങ്കിലും ഇൻസേർട്ട് ആണെങ്കിലും ഡ്രോ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഏത് ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും നമ്മളിപ്പോ പറഞ്ഞ ഹോം ടാബ് ഓപ്പൺ ചെയ്ത പോലെ തന്നെയാണ്. ഇനിയിപ്പോ ചെയ്യേണ്ടത് സൈസ് കൂട്ടാൻ വേണ്ടി ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് ഇവിടെ നോക്കുമ്പോൾ നമ്പർ 11 കാണാം. അതായത് 11 സൈസിലാണ് ഇപ്പം ഫോണ്ട് സൈസ് കിടക്കുന്നത്. 11 എന്ന് പറയുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് 11ന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അതായത് താഴോട്ടൊരു ഡൗൺ ആരോ പോലെ കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് അതിനകത്ത് ഒരുപാട് സൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അത് കാണണമെങ്കിൽ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും മൈൻഡിൽ വരണം ലെഫ്റ്റ് ക്ലിക്കാണ്, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ആരോയിലോട്ട് മൗസ് കൊണ്ടുവച്ചു, അതായത് ആരോയിലോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വലിപ്പം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്ര വലിപ്പം വേണമെന്ന്. ഇപ്പൊ തൽക്കാലം ഞാനൊരു 14 സൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ 14 എന്നുള്ളതിലോട്ട് മൗസ് വെച്ചു. അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഒരു വലിപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് 14 പോരാ, കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ വീണ്ടും ആ ആരോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു 16 കൊടുക്കാം. ഓക്കെ, അപ്പൊ 16ൽ നിൽക്കട്ടെ. നമുക്ക് ഇനിയിപ്പം കൂട്ടണമെങ്കിൽ പിന്നെ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പൊ നമുക്ക് ലെറ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യമേ ഒരു ഫ്രം ആണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പം ഫ്രം എന്നുള്ളത് നേരെ അങ്ങ് ടൈപ്പ് ചെയ്യുക. അതായത് മൗസിന്റെ കർസർ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ഇത് ഇവിടെ തന്നെ കാണും. ഇനി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മൗസ് ഇങ്ങനെ അവിടോട്ട് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് നമുക്ക് എവിടാണ് ഫസ്റ്റ് കാര്യം ടൈപ്പ് ചെയ്യേണ്ടത് അവിടോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കർസർ അവിടെ വരും. കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത്. അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ആളാണ് ഈ ഒരു കർസർ. ഈ കർസർ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം വരുന്നത് ആ കർസർ ഇരിക്കുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മൾ ഫ്രം എന്നൊന്ന് ടൈപ്പ് ചെയ്തു, ഫ്രം എന്ന് ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോ ചെയ്യേണ്ടത് നമ്മൾ ഫ്രം എന്ന് ടൈപ്പ് ചെയ്തപ്പം സ്മോൾ ലെറ്ററിലാണ് വന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്തു. സ്പേസ് ബാർ കീ എന്ന് പറഞ്ഞാല് കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ, അതായത് നമ്മൾ സ്പേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് സ്പേസ് ബാർ കീ. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തു. ഇവിടോട്ട് നമ്മൾ ടൈപ്പ് ചെയ്തെടുത്ത് തന്നെ FROM, എമ്മിന്റെ അവിടെ തന്നെയാണ് കർസർ ഇരിക്കുന്നത്. അതിനുശേഷം ഈ സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ലെറ്റർ എഫ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ആക്കാനൊന്നും പോകണ്ട. സ്മോൾ ലെറ്റർ ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആ സ്പേസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്നിട്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മളുടെ പേര് വരാൻ വേണ്ടി, അപ്പൊ നമ്മൾ ഈ ഫ്രം ടൈപ്പ് ചെയ്ത അതേ ലൈനിലല്ല നമ്മുടെ പേര് ടൈപ്പ് ചെയ്യേണ്ടത്. ഫ്രം എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെയാണ്. അപ്പം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് കർസർ ഇരിക്കുന്നത് ഈ ഫ്രമിന്റെ തൊട്ടപ്പുറത്താ. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും
അവിടെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അടുത്ത ലൈനിലാണ്. അടുത്ത ലൈനിൽ പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്റർ കീ ആണ്. കീബോർഡിൽ നോക്കുവാണെങ്കിൽ എന്റർ എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ട്. ഇതാ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് എന്റർ കീ. അപ്പൊ ഈ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ലൈനിലോട്ട് പോകും. അപ്പൊ അടുത്ത ലൈനിൽ വന്നിട്ടുണ്ട് കർസർ. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം അടുത്ത ലൈനിലായിരിക്കും വരുന്നത്. അപ്പൊ ഒരു ഇച്ചിരി മുന്നോട്ട് നീക്കി നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് ബാർ കീ മുന്നോട്ട് പോകും. ഇനി ഇച്ചിരി കൂടെ സ്പേസ് വേണമെങ്കിൽ 2, 3, 4, 5, 6 തവണ നമുക്കൊന്ന് സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് ഇത് കർസർ മുന്നോട്ട് നീങ്ങും. ഇനിയിപ്പോ നമുക്ക് പേര് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു പേര് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ അഞ്ജു എന്ന് പറഞ്ഞൊരു പേര് ടൈപ്പ് ചെയ്തു. സ്മോൾ ലെറ്ററിലായിരുന്നു. സ്പേസ് ബാർ കീ പ്രസ് ചെയ്തപ്പോ തന്നെ എ എന്നുള്ളത് ക്യാപിറ്റലായി. ഇനി നമുക്ക് അഡ്രസ് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാൻ അടുത്ത ലൈനിലാണ്. സെയിം പ്രൊസീജിയർ ആണ്. എന്റർ കീ പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്തപ്പോ അടുത്ത ലൈനിൽ പോയി. പക്ഷെ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ പക്ഷെ അവിടുന്ന് ഇച്ചിരൂടെ മുന്നോട്ട് നീക്കിയാണ് ടൈപ്പ് ചെയ്തത്. അപ്പൊ മുന്നോട്ട് പോകാൻ വീണ്ടും സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ എളുപ്പ വഴിക്ക് നമുക്ക് കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ടങ്ങ് പോയിക്കോളും. അപ്പൊ നമ്മളിപ്പം പഠിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് ഈ സ്പേസ് ബാർ കീ ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ സ്പേസ് ബാർ കീ ഇങ്ങനെ പ്രസ് ചെയ്ത് അഞ്ജു എന്ന് പറയുന്ന പേരിന്റെ എ സ്റ്റാർട്ട് ചെയ്ത അതിന്റെ തൊട്ട് താഴെ തന്നെ കർസർ നമ്മൾ കൊണ്ടുവന്നു. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അഡ്രസ് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ അഡ്രസ് ടൈപ്പ് ചെയ്തു. അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ, ഇച്ചിരൂടെ മുന്നോട്ട് നീക്കാൻ സ്പേസ് ബാർ കീ പ്രസ് ചെയ്തു. അടുത്തത് ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ, മുന്നോട്ട് പോകാൻ സ്പേസ് ബാർ കീ ടൈപ്പ് ചെയ്തു. നമ്മുടെ ആവശ്യമുള്ള അഡ്രസ്സും കാര്യങ്ങളും പിന്നും ഒക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഫ്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് ടു നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് എന്റർ കീ, അതായത് അടുത്ത ലൈനിൽ വേണമല്ലോ. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഫ്രമിന്റെ അതേ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പുറകോട്ട് പോകാൻ കീബോർഡിൽ ബാക്ക് സ്പേസ് എന്നൊരു കീ ഉണ്ട്. അപ്പം ബാക്കിലോട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ ബാക്കിലോട്ട് പോയി നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മുന്നോട്ട് പോകണമെങ്കിൽ സ്പേസ് ബാർ ഇങ്ങനെ പ്രസ് ചെയ്യുക. കർസർ പുറകോട്ട് വരണമെങ്കിൽ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് കീബോർഡില്. അപ്പൊ അത് പ്രസ് ചെയ്യുക. അപ്പൊ ആവശ്യം വരുന്നിടത്ത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിലും പുറകോട്ട് വരണമെങ്കിലും ഒക്കെ ഈ ഒരു കീ നമ്മൾ ഉപയോഗിക്കുക. അതായത് മുന്നോട്ട് പോകാൻ ഈ ഒരു സ്പേസ് ബാർ, പുറകോട്ട് വരാന് ബാക്ക് സ്പേസ് നമുക്ക് ഇവിടെ ഇതാണ്, ഈ കാണുന്നതാണ്. നമ്മുടെയൊക്കെ കീബോർഡില് ബാക്ക് സ്പേസ് എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കീയുടെ മുകളില്. അപ്പൊ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് 2 ആണ്. അപ്പൊ അതുപോലെ തന്നെ 2 ടൈപ്പ് ചെയ്യുക. അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ പ്രസ് ചെയ്യുക. കുറച്ച് മുന്നോട്ടാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് പേര്, അല്ലെ? അപ്പം കീബോർഡിലെ സ്പേസ് ബാർ കീ ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ആർക്കാന്ന് വെച്ചാല് അവരുടെ അഡ്രസ് ടൈപ്പ് ചെയ്യാം. ചുമ്മാ ഞാനൊരു അഡ്രസ് അങ്ങ് ടൈപ്പ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ അടുത്ത ലൈനിൽ പോകാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റർ കീ പ്രസ് ചെയ്യുക. സ്ഥലം ടൈപ്പ് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മള് ചെയ്തപ്പം അങ്ങോട്ട് മാറിയിട്ടില്ല, തൊട്ടിപ്പുറത്താ വന്നേ അല്ലേ? അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് ടൈപ്പ് ചെയ്ത് പോയതാ. അപ്പൊ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. അതും പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഈ ABC ടെക് എന്നുള്ളതിന്റെ എയുടെ അവിടോട്ട് മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കർസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പേസ് ബാർക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതേ പ്രൊസീജിയർ ആണ് പത്തനംതിട്ട എന്നുള്ളതിന്റെ എയുടെ അവിടോട്ട് മൗസ് കൊണ്ടുവരിക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് കർസർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി സ്പേസ് ബാർ കീ, കീബോർഡിലെ ഏറ്റവും നീളത്തിലിരിക്കുന്ന സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ പിൻകോഡിന്റെ പിന്നിന്റെ പിയുടെ അവിടെ
മൗസ് കൊണ്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, സ്പേസ് ബാർ കീ പ്രസ് ചെയ്ത് മുന്നോട്ടാക്കുക. അപ്പൊ ഇത്രയും പരിപാടിയേ ഉള്ളൂ, പ്രയാസമൊന്നുമില്ല. ഇനിയിപ്പോ ചെയ്യേണ്ടത് നമുക്ക് അടുത്തത് സബ്ജക്റ്റ് ആണ്. എന്താണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് കൊടുക്കണം. അപ്പം ഇവിടുന്ന് ഇപ്പൊ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാല് കണ്ടോ, ഇത് താഴോട്ട് വരത്തേ ഉള്ളൂ. കാരണം എന്താണ്, കർസർ ഇരിക്കുന്നത് ഇവിടാണ്. ഇവിടുന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈനിലോട്ട് അവിടെ മുതലുള്ള കാര്യം അങ്ങ് പോകും. അപ്പൊ നമ്മള് കർസറിനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ അവസാനം കൊണ്ടുവെക്കണം. എന്നാൽ മാത്രമേ അടുത്ത ലൈനിലോട്ട് കർസർ പോകത്തുള്ളൂ. അപ്പൊ ഈ പിൻ നമ്മൾ ടൈപ്പ് ചെയ്ത അവസാനം ഈ നമ്പറിന്റെ 4ന്റെ അവിടോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ കർസർ ഏറ്റവും അവസാനം വന്നിട്ടുണ്ട്. ഇനി എന്റർ അടിക്കുക. എന്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ലൈനിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സബ്ജക്റ്റ് എന്നുള്ളതിന്റെ SUB എന്ന് കൊടുത്തു. ഇനി 2 കുത്ത് വേണമെങ്കിൽ അല്ലെ ഹൈഫൻ വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. 2 കുത്ത് വേണമെങ്കിൽ അത് അതിനകത്തുണ്ട്, ഹൈഫൻ വേണമെങ്കിൽ അതും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളും. നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഹൈഫന്റെ ഒരു സിമ്പല് കീബോർഡിലുണ്ട്, ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ 2 കുത്ത് കോളൻ നമുക്ക് അതിനകത്തുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. കോളൻ അല്ല, കുത്തും കോമയും സെമി കോളനാ വന്നേക്കുന്നത്. അപ്പം കോളം വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ആ സിമ്പിൾ ഇരിക്കുന്ന കീയും പ്രസ് ചെയ്യുക. അന്നേരം നമുക്ക് അവിടെ കോളം വരും. അപ്പൊ ഇതൊന്നും പ്രയാസമല്ല, നമ്മൾ ജസ്റ്റ് അങ്ങ് ചെയ്ത് നോക്കുക, അതങ്ങ് വന്നോളൂ. ഇതൊന്ന് കേടായി പോകുന്ന പേടിക്കേണ്ട, അതൊന്നും അങ്ങനെ പോകുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ലീവ് ലെറ്റർ ആണെങ്കിൽ ലീവ് ലെറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ, ഇപ്പൊ എന്താ നമുക്ക് എന്തിന്റെങ്കിലും ഒരു കോപ്പിയാണ് എങ്കിൽ ആ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അടുത്ത ലൈനിലോട്ട് നമുക്ക് പോകണം, അടുത്ത കാര്യം ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്ത ലൈനിൽ പോവാൻ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക, അടുത്ത ലൈനിൽ പോയി. ഇനി ഒരു ലൈൻ താഴെ ഒന്നും കൂടെ പോകണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക, നമ്മുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോ നമുക്ക് റെസ്പെക്റ്റഡ് സർ ഓർ മേഡം ടൈപ്പ് ചെയ്യാനായിട്ട് പോകാം. ടൈപ്പ് ചെയ്തു റെസ്പെക്റ്റഡ് സർ ഓർ മേഡം. ഓർ എന്നുള്ളതിന്റെ ചരിഞ്ഞ ഒരു സ്ലാഷ് കീബോർഡിലുണ്ട്, സ്ലാഷ് അല്ലെങ്കിൽ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടം ടൈപ്പ് ചെയ്തു. ഇനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എസും എമ്മും ഒന്ന് ക്യാപിറ്റൽ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ, നമുക്കൊരു കോമയോടെ കൊടുക്കാം. ഈ കോമ സിമ്പിൾ എല്ലാം കീബോർഡിലുണ്ട്, നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്താൽ മതി. റെസ്പെക്റ്റഡ് സർ ഓർ മേഡം കൊടുത്തു. ഇനി അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കർസർ വന്നിരിക്കുന്ന ആ ഒരു പൊസിഷൻ മുതലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇച്ചിരി മുന്നോട്ട് പോകണം. നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. സ്പേസ് ബാർ കീ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ചുമ്മാ അങ്ങ് ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ, കണ്ടന്റ് ഒന്നും അല്ല. ചുമ്മാ ഞാൻ വി എന്ന് ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അടുത്ത വേർഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് വേണം അല്ലെ. അപ്പം സ്പേസ് ബാർ കീ ഒരു തവണ പ്രസ് ചെയ്തു, അടുത്ത വാക്ക് ടൈപ്പ് ചെയ്തു, ഒരു സ്പേസ് ബാർ. അങ്ങനെ നമ്മൾ ഓരോ വേർഡും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പേസ് ബാർ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എത്ര സ്പേസ് ബാർ ആണെന്ന് വെച്ചാൽ ആ സ്പേസ് ബാർ കീയിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 2-3 ലൈൻ ഒന്ന് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ്. അപ്പൊ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തെന്നല്ല, ചുമ്മാ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പൊ ടൈപ്പ് ചെയ്തതിന് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ കൊടുക്കുക. അതായത് ഒരു ഡോട്ട് നമുക്ക് കീ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക. ഇനിയിപ്പോ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി. അടുത്ത നമുക്ക് US ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ സിൻസിയർലി അത് വേണം. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ അടിക്കുക. എന്റർ കീ അടിച്ചപ്പോൾ അടുത്ത ലൈനിൽ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് US ഫെയ്ത്ത്ഫുള്ളി ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത ലൈനിൽ പോകാൻ എന്റർ കീ അടിക്കുക, നമ്മളുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് പരിപാടി. ഇനിയിപ്പോ നമുക്ക് ഡേറ്റ് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഡേറ്റ് നമുക്ക് ഏറ്റവും മുകളിൽ കൊടുക്കാം. ഈ ഫ്രം എന്നുള്ളതിന്റെ ഇവിടെ തന്നെ ഈ ഒരു പോർഷന് കൊടുക്കാം. അപ്പൊ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഈ ഫ്രം FROM
അല്ലെ. അപ്പൊ ആ എമ്മിന്റെ അവിടോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ കർസർ നമുക്ക് അവിടെ വന്നു. ഇനി സ്പേസ് ബാർ കീ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് ഡേറ്റ് കൊടുക്കേണ്ട ആ ഒരു പോർഷനിലോട്ട് ഡേറ്റ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പം ഡേറ്റ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ കുറച്ച് ഇവിടെയും വന്നു, കുറച്ച് താഴെയും പോയി. അപ്പം അതിനർത്ഥം ആ ഒരു ലൈനിൽ കൊള്ളത്തില്ലെന്നാണ്. അപ്പൊ ഇതിനെ കുറച്ച് പുറകോട്ട് നീക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 15 എന്നുള്ളതിന്റെ 1ന്റെ അവിടെ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പുറകിലോട്ട് വരാൻ വേണ്ടി ബാക്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ, ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത അനുസരിച്ച് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് കൊടുത്തത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് ഡേറ്റ് വരേണ്ട ആ പൊസിഷനിലോട്ട് മൗസ് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. ഇപ്പൊ ദാ കർസർ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് എവിടാണോ ഡേറ്റ് വേണ്ടത് ആ പോർഷനിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് കർസർ ഇവിടെ വരും. അപ്പൊ കർസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ല എങ്കിൽ ഈ ഫ്രം എന്നുള്ളതിന്റെ ആ ഒരു ലൈനിൽ ഏറ്റവും അവസാനം കൊടുക്കാം. അപ്പൊ ഈ ഫ്രം അവസാനിക്കുന്നതിന്റെ അവിടോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ കർസർ അവിടെ വന്നു. ഇനിയും സ്പേസ് ബാർ കീ അടിച്ച് നമുക്ക് അവസാനത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോവാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡേറ്റ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഡേറ്റ് ടൈപ്പ് ചെയ്തപ്പം കുറച്ചു കാര്യം അടുത്ത ലൈനിലോട്ട് പോയെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ടിങ്ങിലോട്ട് 12ന്റെ അവിടോട്ട് മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു, ബാക്ക് സ്പേസ് അടിച്ചിങ്ങനെ പുറകോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ലെറ്റർ തയ്യാറാക്കുന്നത്. പ്രയാസമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡിലൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഷുവർ ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുവാണ്. അപ്പൊ ക്ലാസ്സുകൾ ആവർത്തിച്ച് 2-3 തവണയൊന്ന് കേട്ട് നോക്കിയിട്ട് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവര് ഒന്ന് ചെയ്തു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് എന്റെ ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് കൂടെ ഒന്ന് കമന്റ് ആയിട്ട് പറയണം. അപ്പം അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ലെറ്റർ തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റർ തയ്യാറാക്കാനൊക്കെ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, പ്രയാസമൊന്നുമില്ല. എല്ലാം നമ്മൾ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആവർത്തിച്ച് 2-3 തവണയൊക്കെ ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക. അതിനുശേഷം സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നാളെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.